നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കലിതുള്ളി കാലവർഷം. കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴ. റെഡ് അലർട്ട്. നട്ടാശ്ശേരിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. പാമ്പാടി പൂതക്കുഴി കുമ്പത്താനത്തു നിന്നും കാണാതായ യുവാവ് തൂങ്ങി മരിച്ചു. മൃതദേഹം കണ്ടെത്തിയത് വടവാതൂർ MRF ഫാക്ടറിക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ. മൃതദേഹത്തിന് 2 ആഴ്ച പഴക്കം. ബാർകോഴ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. CPM ബാർകോഴയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ജോസ് കെ മാണി മുന്നണി ബന്ധം ഒഴിവാകണമെന്നും സജി മഞ്ഞക്കടമ്പിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പുലർച്ചെ മുതൽ മഴ അതിശക്തമാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ അതിതീവ്രമായ മഴ തുടരുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പുലർച്ചെ മുതൽ അതിശക്തമായി മഴ പെയ്യുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ തുടരുന്നു. കോട്ടയം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതലായി മഴ ലഭിക്കുന്നതിനെയാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത്. ഭരണങ്ങാനം ഇടമറുക ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടി വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 7 വീടുകൾക്ക് നാശമുണ്ടായി. ഈരാറ്റുപേട്ട വാഗമൺ തീക്കോയി ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ ജില്ലയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ച് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉത്തരവിറക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കനത്ത മഴയിൽ പാലാ നഗരത്തിൽ പലയിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. കൈത്തോടുകൾ നിറഞ്ഞ് മഴവെള്ളം ഒഴുകിയതോടെ റോഡുകൾ തോടുകളായി മാറി. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നാടും നഗരവും വിറങ്ങലിച്ചു. കൈത്തോടുകൾ നിറഞ്ഞ മഴവെള്ളം കുത്തിയൊഴുകിയതോടെ റോഡുകൾ തോടുകളായി. ഓടകൾ യഥാസമയം വൃത്തിയാക്കാത്തതിനാൽ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗത തടസ്സം നേരിട്ടു. പാലാ ടൗണിൽ മുരിക്കമ്പുഴ മുത്തോലി കൊടുങ്ങൂർ റൂട്ടിൽ മുത്തോലി ജംഗ്ഷൻ, അൽഫോൺസ കോളേജ് മുൻവശം എന്നിവിടങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. മഴ ശക്തിയായി തുടർന്നതോടെ ഈ ഭാഗങ്ങളിൽ നിന്നും മീനച്ചിലാറ്റിലേക്കുള്ള കൈവഴികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയെ തുടർന്നുണ്ടായ ജലനിരപ്പിനേക്കാൾ പലയിടങ്ങളിലും വെള്ളം ഉയർന്നിരുന്നു. കൈവഴികളിൽ വെള്ളം കൂടിയതോടെ മീനച്ചിലാറിലും ജലനിരപ്പ് ഉയർന്നു. പാലാ പുഴക്കരയിലെ സ്കെയിലിൽ 30 മിനിറ്റ് കൊണ്ട് 1 അടിയോളം വെള്ളം ഉയർന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി പൂതക്കുഴിയിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വടവാതൂർ MRF ഫാക്ടറിക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാമ്പാടി പൂതക്കുഴി കുമ്പത്താനത്തു നിന്നും കാണാതായ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചീനക്കടുപ്പിൽ ബിബിൻ ജോസഫിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച വടവാതൂർ MRF ഫാക്ടറിക്ക് സമീപം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത്. ഈ മാസം 10-ാം തീയതിയാണ് ബിബിൻ ജോസിനെ പൂതക്കുഴിയിലെ വീട്ടിൽ നിന്നും കാണാതായത്. ബന്ധുക്കൾ കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ചതും വടവാതൂർ പ്രദേശത്തായിരുന്നു. മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹത്തിന്റെ തല വേർപെട്ട നിലയിലാണ്. മണ്ണർകാട് പോലീസ് മേൽനടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബാർകോഴ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. ബാർകോഴ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. ബാർ ഉടമകളുടെ സംഘടനാ പ്രതിനിധി അനിമോൻ മുൻ നിലപാടിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ ബാർകോഴ കേസിൽ അന്വേഷണം വേണം. അല്ലാത്തപക്ഷം പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. വ്യക്തമായും ഈ തുക നമുക്കറിയാം. ഇത് ബാർ അസോസിയേഷൻ്റെ ഓഫീസ് കെട്ടിടം പണിയാൻ വേണ്ടിയാണ് എന്ന് അവർ പറഞ്ഞുവെങ്കിൽ അത് പച്ച കള്ളം മാത്രമാണ്. ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഇന്ന് വ്യക്തമായി അതിൻ്റെ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി നേരത്തെ ഓരോ ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഈ 2.5 ലക്ഷം രൂപ കൃത്യമായി ഇത് സർക്കാരിന് അല്ലെങ്കിൽ LDFന് അല്ലെങ്കിൽ CPMന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പിരിച്ചെടുക്കപ്പെട്ട പണമാണ്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നിജസ്ഥിതി ഈ പുറത്തു കൊണ്ടുവരണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വരും. KM മാണിയെ ബാർകോഴ ആരോപണത്തിന്റെ പേരിൽ വേട്ടയാടിയ CPM ബാർകോഴ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് വീണ്ടും അപഹാസ്യനാവാതെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി ബന്ധം ഒഴിവാക്കാൻ തയ്യാറാവണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു.
ബഹുമാനായ കെ മാണി സാറിനൊപ്പം ഞങ്ങളൊക്കെ 24 മണിക്കൂർ ഉണ്ടായിരുന്നു. മാണി സാറിനെ റോഡിലിറങ്ങാൻ സമ്മതിക്കില്ല, അദ്ദേഹത്തിനെതിരെ ചീമുട്ട എറിയുന്നു, അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾക്ക് ഉന്നയിച്ചു. ആ ആരോപണങ്ങൾക്ക് ഉന്നയിച്ച ആളുകൾ ഇന്ന് ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. അവരോടൊപ്പം ഇന്ന് ജോസ് കെ മാണി കൂടി ഉണ്ട്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രിയങ്കരായ ജോസ് കെ മാണി പറയാനുള്ളത്, ഇനിയെങ്കിലും അങ്ങ് മാണി സാറിനോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ആ മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് അദ്ദേഹത്തോടു കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. LDF സർക്കാരിനെതിരെ ഗുരുതരമായ ബാർക്കോഴ ആരോപണം ഉണ്ടായിട്ടും വേണ്ടവിധം പ്രതികരിക്കാൻ തയ്യാറാവാത്ത പ്രതിപക്ഷത്തിനും ബാർക്കോഴയിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സജി മഞ്ഞക്കടമ്പിൽ കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, ട്രഷറർ റോയി ജോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS സെബാസ്റ്റ്യൻ മണിമല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കോട്ടയം നട്ടാശ്ശേരിയിൽ വയോധികരുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും കോട്ടയം നട്ടാശ്ശേരിയിൽ വീടിന്റെ മേൽക്കൂര നിലം പതിച്ചു. നട്ടാശ്ശേരി മാലിമേൽ രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും നിലം പൊത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മേൽക്കൂര തകരുന്ന ശബ്ദം കേട്ട് രാധാകൃഷ്ണനും പെങ്ങൾ ചന്ദ്രികയും വീടിനുള്ളിൽ നിന്നും ഓടി മാറിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ വില സീസണിലെ ഉയർന്ന നിലയിൽ. തിങ്കളാഴ്ച കോട്ടയം മാർക്കറ്റിൽ കിലോയ്ക്ക് 187 രൂപ രേഖപ്പെടുത്തി. വില ഉയർന്നെങ്കിലും മഴ കാരണം ടാപ്പിംഗ് നടക്കാത്തതിനാൽ സാധാരണ കർഷകർക്ക് ഉയർന്ന വിലയുടെ പ്രയോജനം ലഭിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തി. തിങ്കളാഴ്ച RSS4 കോട്ടയം മാർക്കറ്റിൽ കിലോയ്ക്ക് 187 രൂപയാണ് രേഖപ്പെടുത്തിയത്. മാർച്ച് 15 റബ്ബറിന് അടിസ്ഥാന വിലയായ 180 കടന്നിരുന്നു. 186 വരെ വിപണി വില റബ്ബറിന് എത്തിയിരുന്നെങ്കിലും പിന്നീട് കുറഞ്ഞത് 180 എത്തിയിരുന്നു. മഴയെ തുടർന്ന് ആഭ്യന്തര വിപണിയിൽ റബ്ബറിന്റെ ലഭ്യത കുറഞ്ഞതും കമ്പനികൾ നല്ല രീതിയിൽ റബ്ബർ സംഭരിക്കുന്നതുമാണ് ഇപ്പോൾ വിലയുയരാൻ കാരണം. എന്നാൽ മഴ കാരണം ടാപ്പിംഗ് നടക്കാത്തതിനാൽ സാധാരണ കർഷകർക്ക് ഉയർന്ന വിലയുടെ പ്രയോജനം ലഭിക്കുന്നില്ല. രാജ്യാന്തര വിപണിയിൽ കിലോയ്ക്ക് 203 രൂപയാണ് റബ്ബറിന് വില. ഈ മാസത്തിന്റെ ആദ്യവാരത്തിൽ 183.84 രൂപയായി കൂപ്പുകുത്തിയ രാജ്യാന്തര വില 21-ന് 204.68 രൂപയായി ഉയർന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വില താഴുകയും ചെയ്തു. റബ്ബറിന്റെ മുൻനിര ഉൽപാദക രാജ്യമായ മലേഷ്യയിൽ ഉൽപാദനമിടിഞ്ഞതാണ് ഇതിന്റെ പ്രധാന കാരണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലയൺസ് ഇന്റർനാഷണൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി. വീടില്ലാത്തവർക്ക് വീട് പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. ലയൺസ് ഇന്റർനാഷണലിന്റെ പ്രധാന പ്രൊജക്ടുകളിലൊന്നായ വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ഡിസ്ട്രിക്ട് 318B ആഭിമുഖ്യത്തിൽ ജിയോ വാലിയിൽ ഏലിക്കുട്ടി ജോസഫിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് വീട് പണിതത്. മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജരും മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയുമായ ലയൺ ജോർജ് മൊറൈലി താക്കോൽ ദാനം നിർവഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി വി സഖറിയ, തോമസ് കുട്ടി ആനിത്തോട്ടം, സിബി മാത്യു പ്ലാത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കോത്തല NSS ഹൈസ്കൂളിൽ HSA ഹിന്ദി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 9400908299. മണർകാട് സെന്റ് മേരീസ് കോളേജിൽ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയുടെ ഓഫീസിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ജൂൺ 3-ന് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോം www.stmaryescollege.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ഫോൺ 8075016679. പനക്കച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ താൽക്കാലിക ഒഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30-ന് രാവിലെ 11-ന് അഭിമുഖത്തിന് ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലിതുള്ളി കാലവർഷം. കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴ. റെഡ് അലർട്ട്. നട്ടാശ്ശേരിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. പാമ്പാടി പൂതക്കുഴി കുമ്പത്താനത്തു നിന്നും കാണാതായ യുവാവ് തൂങ്ങി മരിച്ചു. മൃതദേഹം കണ്ടെത്തിയത് വടവാതൂർ MRF ഫാക്ടറിക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ. മൃതദേഹത്തിന് 2 ആഴ്ച പഴക്കം. ബാർക്കോഴ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. CPM ബാർക്കോഴയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ജോസ് കെ മാണി മുന്നണി ബന്ധം ഒഴിവാകണമെന്നും സജി മഞ്ഞക്കടമ്പിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.